ഫിസിക്സ് കെമിസ്ട്രി ആൻഡ് ബയോളജി എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് 8ാം ക്ലാസ്സിലെ കെമിസ്ട്രി ലെറ്റസ് അസസിലെ 1ാം ചാപ്റ്ററിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എ ഫ്യൂ മിക്സ്ചേഴ്സ് ആർ ഗിവൺ ബിലോ. ടാബുലേറ്റ് ദ മെത്തേഡ്സ് ടു സെപ്പറേറ്റ് ദെയർ കമ്പോണൻസ് ആൻഡ് ഗീവ് ദ റീസൺസ് ഫോർ സെലക്ടിങ് ദ മെത്തേഡ്. ചില മിക്സ്ചേഴ്സ് തന്നിട്ടുണ്ട്. ഇതിലെ ഏത് മെത്തേഡ് ഉപയോഗിച്ച് ഈ മിക്സ്ചേഴ്സിനെ സെപ്പറേറ്റ് ചെയ്യും എന്നും എഴുതണം. അതുപോലെ എന്ത് കാരണം കൊണ്ടാണ് ആ മെത്തേഡ് സെലക്ട് ചെയ്തത് എന്നതും നമ്മൾ ഈ ചോദ്യത്തിന് എഴുതണം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, മിക്സ്ചർ കോമൺ സോൾട്ട് ആൻഡ് അമോണിയം ക്ലോറൈഡ്. കോമൺ സോൾട്ട് സാധാരണ ഉപ്പ്, കറിയുപ്പ്, ആൻഡ് അമോണിയം ക്ലോറൈഡും കലർന്ന ഒരു മിക്സ്ചറിനെ ഏത് മെത്തേഡിലൂടെ നമുക്ക് സെപ്പറേറ്റ് ചെയ്തെടുക്കാം? ഏത് മെത്തേഡാണ് ഉപയോഗിക്കുക? സബ്ലിമേഷൻ ആണ് മെത്തേഡ്. എന്തുകൊണ്ടാണ് സബ്ലിമേഷൻ എടുക്കുന്നത്? കോമൺ സോൾട്ടും അമോണിയം ക്ലോറൈഡും ചേർന്ന മിശ്രിതം അല്ലെങ്കിൽ മിക്സ്ചറിനെ സെപ്പറേറ്റ് ചെയ്യാൻ അമോണിയം ക്ലോറൈഡിന്റെ ഒരു പ്രത്യേക സ്വഭാവം നമുക്കറിയാം. അമോണിയം ക്ലോറൈഡ് സബ്ലിമേഷൻ സ്വഭാവം കാണിക്കുന്ന അല്ലെങ്കിൽ ഉൽപ്പതന സ്വഭാവമുള്ള ഒരു കോമ്പൗണ്ട് ആണ്. സബ്ലിമേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ സോൾട്ടിനെ നമ്മൾ ഹീറ്റ് ചെയ്യുമ്പോൾ, അമോണിയം ക്ലോറൈഡ് ഹീറ്റ് ചെയ്യുന്ന സമയത്ത് അത് സോളിഡ് സ്റ്റേറ്റിൽ നിന്ന് നേരിട്ട് ഗ്യാഷ്യസ് സ്റ്റേറ്റിലേക്ക് മാറും. അല്ലാതെ ലിക്വിഡ് സ്റ്റേറ്റ് കഴിഞ്ഞിട്ടല്ല, അല്ലെങ്കിൽ ലിക്വിഡായി മാറുന്നില്ല. നേരിട്ട് സോളിഡ് സ്റ്റേറ്റിൽ നിന്ന് ഗ്യാഷ്യസ് സ്റ്റേറ്റിലേക്ക് മാറുകയാണ് ചെയ്യുന്നത്. അതിനെയാണ് സബ്ലിമേഷൻ എന്ന് വിളിക്കുന്നത്. കോമൺ സോൾട്ട് പോലെ അല്ല അമോണിയം ക്ലോറൈഡ് ചെയ്യുന്നത്. കോമൺ സോൾട്ട് എന്ന് പറഞ്ഞാൽ അത് സോഡിയം ക്ലോറൈഡ് ആണ്. പക്ഷേ സോഡിയം ക്ലോറൈഡ് സബ്ലിമേഷന് വിധേയമാകുന്നില്ല. അതുകൊണ്ട് നമുക്ക് ഏത് മെത്തേഡ് അപ്ലൈ ചെയ്താൽ മതി? അമോണിയം ക്ലോറൈഡിന്റെ സബ്ലിമേഷൻ പ്രോപ്പർട്ടി ഉപയോഗിച്ച് ഇതിനെ സബ്ലിമേഷന് വിധേയമാക്കിയാൽ മതി. അപ്പൊ ഒന്നാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ എന്ത് കിട്ടി? കോമൺ സോൾട്ട് ആൻഡ് അമോണിയം ക്ലോറൈഡ് ക്യാൻ ബി സെപ്പറേറ്റഡ് യൂസിംഗ് ദ മെത്തേഡ് സബ്ലിമേഷൻ ബിക്കോസ് അമോണിയം ക്ലോറൈഡ് അണ്ടർഗോസ് സബ്ലിമേഷൻ. ഈ മിക്സ്ചറിലെ ഒരു ഘടകമായ, ഒരു കമ്പോണന്റ് ആയ അമോണിയം ക്ലോറൈഡ് മാത്രമേ സബ്ലിമേഷന് വിധേയമാകുന്നുള്ളൂ. സെക്കൻഡ് മിക്സ്ചർ, ഷുഗർ സൊല്യൂഷൻ. ഷുഗർ സൊല്യൂഷൻ ഡിസ്റ്റിലേഷൻ വഴിയാണ് സെപ്പറേറ്റ് ചെയ്യുന്നത്. ഷുഗർ സൊല്യൂഷൻ, സോൾട്ട് സൊല്യൂഷൻ ഇതെല്ലാം സെപ്പറേറ്റ് ചെയ്യുന്നത് ഡിസ്റ്റിലേഷൻ വഴിയാണ്. കാരണം വാട്ടർ മാത്രമേ ഇതിൽ വോളട്ടൈൽ ആയിട്ടുള്ളൂ. വോളട്ടൈൽ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഗ്യാസ് ആയിട്ട് മാറുന്നത് അല്ലെങ്കിൽ ഗ്യാഷ്യസ് സ്റ്റേറ്റിലേക്ക് മാറുന്നത്, ബാഷ്പീകരണ സ്വഭാവം ഉള്ളത്. ഷുഗർ സൊല്യൂഷനിൽ വാട്ടർ ആണ് നമ്മൾ ചൂടാക്കിയാൽ വേപ്പർ ആയിട്ട് മാറുക. ഷുഗർ വേപ്പർ ആയിട്ട് മാറുന്നില്ല. ആ ഒരു പ്രോപ്പർട്ടി ഉപയോഗിച്ചാണ് നമ്മളിവിടെ ഷുഗർ സൊല്യൂഷന് ഡിസ്റ്റിലേഷൻ നടത്താം എന്ന് പറയുന്നത്. സോ the method is distillation and why? Because water alone is volatile. Petrol and kerosene രണ്ടും പെട്രോളിയം പ്രോഡക്റ്റുകളാണ്. പെട്രോളിയം എന്ന മിക്സ്ചറിലെ എല്ലാ കമ്പോണൻസിനെയും സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ ഉപയോഗിക്കുന്നത് ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ എന്ന മെത്തേഡാണ്. ബിക്കോസ് they possess only small difference in boiling points. There is only very small difference in boiling points. Boiling pointൽ വളരെ നേരിയ വ്യത്യാസം മാത്രമേ, ചെറിയ വ്യത്യാസം മാത്രമേ ഈ കമ്പോണൻസ് തമ്മിലുള്ളൂ. അതുകൊണ്ട് തന്നെ പെട്രോളിയത്തിൽ പെട്ട രണ്ട് കമ്പോണൻസ് ആണ് പെട്രോളും കെറോസീനും. So we can apply fractional distillation here because there is a small difference in boiling point. Camphor and glass powder. ക്യാംഫർ കർപ്പൂരം, ഗ്ലാസ് പൗഡർ ഗ്ലാസിന്റെ പൊടി, ഗ്ലാസ് പൊടി, ചില്ലുപൊടി. ഇത് രണ്ടും ഏത് മെത്തേഡിലൂടെ സെപ്പറേറ്റ് ചെയ്യാം? സബ്ലിമേഷൻ ഉപയോഗിച്ച് സെപ്പറേറ്റ് ചെയ്യാം. എന്തുകൊണ്ടാണ്? നേരത്തെ അമോണിയം ക്ലോറൈഡിന്റെ കാര്യത്തിൽ പറഞ്ഞ പോലെ ക്യാംഫർ സബ്ലിമേഷൻ വിധേയമാകുന്ന ഒരു വസ്തുവാണ്. ക്യാംഫർ, അമോണിയം ക്ലോറൈഡ്, അയോഡിൻ, നാഫ്തലിൻ ഈ 4 എണ്ണവും നമുക്ക് പ്രത്യേകം ഓർമ്മ വേണം. ഇത് 4 എണ്ണവും എന്ത് കാണിക്കും? സബ്ലിമേഷൻ പ്രോപ്പർട്ടി കാണിക്കും. അപ്പൊ തന്നിട്ടുള്ള മിക്സ്ചറിൽ ഈ പറഞ്ഞതിൽ ഏതെങ്കിലും ഒന്ന്, ക്യാംഫറോ അമോണിയം ക്ലോറൈഡോ അയോഡിനോ
നാഫ്തലിനോ ഏതെങ്കിലും ഒരെണ്ണം ഉണ്ടെങ്കിൽ തീർച്ചയായും സബ്ലിമേഷൻ എന്ന മെത്തേഡിലൂടെ നമുക്ക് സെപ്പറേറ്റ് ചെയ്തെടുക്കാം. ലാസ്റ്റ് വൺ ഈസ് അയൺ പൗഡർ ആൻഡ് സാൻഡ്. അയൺ പൗഡറും സാൻഡും ചേർന്ന മിക്സ്ചർ. അയൺ ഈസ് എ മാഗ്നറ്റിക് സബ്സ്റ്റൻസ് അല്ലെ. അയൺ മാഗ്നറ്റിക് അട്രാക്ഷൻ കാണിക്കുന്ന ഒരു വസ്തുവാണ്. ഇരുമ്പ് എപ്പോഴും കാന്തത്തിനെ ആകർഷിക്കും. അതുകൊണ്ട് തന്നെ ഇരുമ്പ് പൊടി അല്ലെങ്കിൽ അയൺ പൗഡറിനെ സാൻഡിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യാൻ നമുക്കൊരു മാഗ്നറ്റ് യൂസ് ചെയ്താൽ മതി. സോ നമുക്ക് എന്തെഴുതാം? മെത്തേഡ് മാഗ്നറ്റിക് സെപ്പറേഷൻ. ഇങ്ങനെ ഉപയോഗിക്കുന്ന മാർഗത്തിനെ പറയുന്ന പേരാണ്, മാഗ്നറ്റ് യൂസ് ചെയ്തിട്ട് സെപ്പറേറ്റ് ചെയ്യുന്ന രീതിയാണ് മാഗ്നറ്റിക് സെപ്പറേഷൻ എന്നറിയപ്പെടുന്നത്. റീസൺ എന്തെഴുതാം? അയൺ ഹാസ് മാഗ്നറ്റിക് നേച്ചർ. അയണിന് മാത്രം മാഗ്നറ്റിക് സ്വഭാവം ഉണ്ട്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. Given below are certain changes taking place to the particles during change of state. From this, find out and tabulate the changes in the particles when water boils to form steam and also when steam condenses to form water. താഴെ തന്നിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സിനെ രണ്ടാക്കി ടാബുലേറ്റ് ചെയ്ത് എഴുതണം. ഇവിടെ തന്നിട്ടുള്ളത് പാർട്ടിക്കിൾസിന് വരുന്ന ചേഞ്ചസ് ആണ്. എപ്പോഴെല്ലാം? വാട്ടർ ബോയിൽ ചെയ്ത് സ്റ്റീം ആവുമ്പോഴും അതുപോലെ സ്റ്റീം തണുത്ത് വാട്ടർ ആകുമ്പോഴും നടക്കുന്ന ചില കാര്യങ്ങളാണ്, മാറ്റങ്ങളാണ്, പാർട്ടിക്കിൾസിൽ ഉണ്ടാകുന്ന ചേഞ്ചുകളാണ് തന്നിട്ടുള്ളത്. ഇതിനെ രണ്ട് ടേബിളുകളാക്കി മാറ്റി ഇവയെ ടാബുലേറ്റ് ചെയ്ത് എഴുതണം. ഡിസ്റ്റൻസ് ഇൻക്രീസസ്, അട്രാക്റ്റീവ് ഫോഴ്സ് ഡിക്രീസസ്, എനർജി ഇൻക്രീസസ്, റേറ്റ് ഓഫ് മൂവ്മെന്റ് ഇൻക്രീസസ്, ഡിസ്റ്റൻസ് ഡിക്രീസസ്, എനർജി ഡിക്രീസസ്, അട്രാക്റ്റീവ് ഫോഴ്സ് ഇൻക്രീസസ്, റേറ്റ് ഓഫ് മൂവ്മെന്റ് ഡിക്രീസസ്. ഇത്രയുമാണ് തന്നിട്ടുള്ള ചേഞ്ചസ്. ഇതിനെ വെൻ വാട്ടർ ബോയിൽസ് ടു ഫോം സ്റ്റീം എന്നും അതുപോലെ വെൻ സ്റ്റീം കണ്ടൻസസ് ടു ഫോം വാട്ടർ എന്നുമാക്കി തരംതിരിച്ച് എഴുതണം. എങ്ങനെ വരും? വെൻ വാട്ടർ ബോയിൽസ് ടു ഫോം സ്റ്റീം, വാട്ടർ സ്റ്റീമായി മാറുമ്പോൾ ഡിസ്റ്റൻസ് ഇൻക്രീസസ്. എന്തുണ്ടാവും? പാർട്ടിക്കിൾസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് സ്റ്റീമായിട്ടാണ് മാറുന്നത്, അതായത് ഗ്യാഷ്യസ് സ്റ്റേറ്റിലേക്കാണ് വരുന്നത്. അതുകൊണ്ട് ഡിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്യും. അട്രാക്റ്റീവ് ഫോഴ്സ് ഡിക്രീസസ്, എനർജി ഇൻക്രീസസ്, ഗ്യാസ് ആയതുകൊണ്ട് എനർജി ഇൻക്രീസ് ചെയ്യും. റേറ്റ് ഓഫ് മൂവ്മെന്റ് ഓൾസോ ഇൻക്രീസസ്. ഈ 4 പോയിന്റ്സും വെൻ വാട്ടർ ബോയിൽസ് ടു ഫോം സ്റ്റീം എന്നതിൽ വേണം എഴുതാൻ. വെൻ സ്റ്റീം കണ്ടൻസസ് ടു ഫോം വാട്ടർ, അതിലോ ഡിസ്റ്റൻസ് ഡിക്രീസസ്, attractive force increases, energy decreases, rate of movement decreases. കാരണം സ്റ്റീം ഗ്യാഷ്യസ് സ്റ്റേറ്റ് ആണ്, അതിൽ നിന്ന് തിരിച്ച് ലിക്വിഡായ വാട്ടറിലേക്കാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ എനർജി കുറയുന്നു, ഡിസ്റ്റൻസ് കുറയുന്നു, മൂവ്മെന്റ് കുറയുന്നു, പക്ഷേ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കൂടുന്നു. Third question. Spirit kept open in a watch glass disappears after some time. Which among the following phenomena are responsible for this? 4 ഫിനോമിന തന്നിട്ടുണ്ട്. അതിൽ സ്പിരിറ്റ് ഒരു വാച്ച് ഗ്ലാസ്സിൽ വെറുതെ തുറന്നു വെച്ചിരുന്നാൽ കുറച്ച് സമയം കഴിഞ്ഞാൽ അത് ഡിസപ്പിയർ ചെയ്തു പോകുന്നതായിട്ട് കാണാം. ഇതിന് കാരണമായിട്ടുള്ള ഫിനോമിനാണ് നമ്മൾ എഴുതേണ്ടത്. സബ്ലിമേഷൻ ആണോ, ഡിസ്റ്റിലേഷൻ ആണോ, ഇവാപ്പറേഷൻ ആണോ, ഡിഫ്യൂഷൻ ആണോ എന്നാണ് എഴുതേണ്ടത്. ഇവിടെ സബ്ലിമേഷൻ അല്ല എന്ന് നമുക്കറിയാം, ഡിസ്റ്റിലേഷനും അല്ല, ഇവാപ്പറേഷൻ. കുറച്ച് സമയം കഴിഞ്ഞാൽ ഈ അറ്റ്മോസ്ഫിയറിലുള്ള ഹീറ്റ് അബ്സോർബ് ചെയ്തിട്ട് സ്പിരിറ്റ് ലിക്വിഡ് സ്റ്റേറ്റിലാണല്ലോ, അത് ഗ്യാഷ്യസ് സ്റ്റേറ്റിലേക്ക് മാറും. ഇതിനെ ഇവാപ്പറേഷൻ എന്നാണ് പറയുന്നത്. സോ ഇവാപ്പറേഷൻ നടക്കുന്നുണ്ട്. പിന്നെ ഈ സ്പിരിറ്റിന്റെ സ്മെല്ല് നമുക്ക് കിട്ടാറുണ്ട്. അതെന്തുകൊണ്ടാണ്? അതിലെ പാർട്ടിക്കിൾസ് എയറിലെ പാർട്ടിക്കിൾസുമായിട്ട് അല്ലെങ്കിൽ എയറുമായിട്ട് മിക്സ് ചെയ്യുന്നു അവിടെ. സോ ഇറ്റ് ഈസ് ഡിഫ്യൂഷൻ. സോ ദ ആൻസർ ഈസ് ഇവാപ്പറേഷൻ ആൻഡ് ഡിഫ്യൂഷൻ. Fourth question. Which are the methods that can be used to separate the components of a mixture made of common salt, ammonium chloride and sand? Write the methods in the order in which they are applied. ഇവിടെ തന്നിട്ടുള്ളത് ഒരു മിക്സ്ചറിനെ സെപ്പറേറ്റ് ചെയ്യണം. ആ മിക്സ്ചറിലെ കമ്പോണൻസ് കോമൺ സോൾട്ട്, അമോണിയം ക്ലോറൈഡ് ആൻഡ് സാൻഡ്, ഇത് മൂന്നുമാണ്.
കോമൺ സോൾട്ട് കറിയുപ്പാണ്, അമോണിയം ക്ലോറൈഡ്, അതുപോലെ സാൻഡ് മണൽ. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു മിക്സ്ചറിൽ നിന്ന് എങ്ങനെ കമ്പോണൻസിനെ വേർതിരിക്കാം? ഫസ്റ്റ് പെർഫോം സബ്ലിമേഷൻ. നമുക്കറിയാം അമോണിയം ക്ലോറൈഡിനെ സെപ്പറേറ്റ് ചെയ്യാൻ സബ്ലിമേഷൻ എന്ന മെത്തേഡാണ് വേണ്ടത്. സോ ഫസ്റ്റ് സബ്ലിമേഷൻ അപ്ലൈ ചെയ്യണം. ദെൻ അമോണിയം ക്ലോറൈഡ് നമുക്ക് നീക്കം ചെയ്യാം. ബാക്കി എന്താ ഉണ്ടാവുക? ബാക്കി കമ്പോണൻസ് കോമൺ സോൾട്ടും സാൻഡും ആയിരിക്കും. മണലും ഉപ്പും കൂടി ചേർന്ന ആ മിക്സ്ചറിനെ സെപ്പറേറ്റ് ചെയ്യാൻ എന്താ ചെയ്യേണ്ടത്? അതിൽ കുറച്ച് വാട്ടർ ഡിസോൾവ് ചെയ്യിക്കുക, വെള്ളം ചേർത്ത് കഴിയുമ്പോൾ സോൾട്ട് മാത്രം വാട്ടറിൽ ഡിസോൾവ് ചെയ്യും, സാൻഡ് അവിടെ തന്നെ അലിയാതെ കിടക്കും. സോ വി ക്യാൻ ഫിൽട്ടർ ദ സൊല്യൂഷൻ ടു സെപ്പറേറ്റ് ദ സാൻഡിനെ അങ്ങനെ അരിച്ചു മാറ്റാം. ബാക്കിയുള്ളത് എന്താണ്? കോമൺ സോൾട്ടും വാട്ടറും ചേർന്ന സോൾട്ട് സൊല്യൂഷനെ ഡിസ്റ്റിലേഷൻ വഴി നമുക്ക് ഈസി ആയിട്ട് വേർതിരിച്ചെടുക്കാം. സോ ആൻസർ ഈസ് ഫസ്റ്റ് പെർഫോം സബ്ലിമേഷൻ to separate ammonium chloride and then dissolve in water, filter it to separate sand and then perform distillation. Fifth question. Many minerals are present in ordinary water. Which is the method that can be used to remove the minerals and obtain pure water? Ordinary wateril ഒരുപാട് മിനറൽസ് ലയിച്ചിരിക്കും. എങ്ങനെയാണ് അല്ലെങ്കിൽ ഏത് മെത്തേഡിലാണ് ഈ മിനറൽസിനെ റിമൂവ് ചെയ്യുന്നത്? പ്യുവർ വാട്ടർ കിട്ടുന്നത് എങ്ങനെയാണ്? പ്യുവർ വാട്ടർ കിട്ടാൻ വേണ്ടി ഓർഡിനറി വാട്ടറിനെ ഡിസ്റ്റിലേഷന് വിധേയമാക്കും. സോ പ്യുവർ വാട്ടർ ഈസ് ഒബ്റ്റെയിൻ ബൈ ദ ഡിസ്റ്റിലേഷൻ ഓഫ് ഓർഡിനറി വാട്ടർ. ഫസ്റ്റ് ക്വസ്റ്റ്യന് ആൻസർ ആയി ഡിസ്റ്റിലേഷൻ നടത്തിയാൽ പ്യുവർ വാട്ടർ കിട്ടും. ബി ക്വസ്റ്റ്യൻ. ഇൻ വിച്ച് ടൈപ്പ് ഓഫ് മിക്സ്ചേഴ്സ് ഈസ് ദിസ് മെത്തേഡ് എംപ്ലോയ്ഡ്? എങ്ങനെയുള്ള മിക്സ്ചേഴ്സിനെ സെപ്പറേറ്റ് ചെയ്യാനാണ് ഡിസ്റ്റിലേഷൻ നടത്തുന്നത്? നമുക്കറിയാം when one of the components is volatile and the other is non volatile we can use distillation. ഒരു മിക്സ്ചറിലെ രണ്ട് കമ്പോണൻസിൽ രണ്ടോ മൂന്നോ കമ്പോണൻസിൽ ഒരെണ്ണം വോളട്ടൈൽ ആണ്, മറ്റുള്ളത് നോൺ വോളട്ടൈൽ ആണെങ്കിൽ നമുക്ക് ഡിസ്റ്റിലേഷൻ എന്ന മെത്തേഡ് അപ്ലൈ ചെയ്യാം. അതുമല്ലെങ്കിൽ if the components differ largely in their boiling points തമ്മിൽ ലാർജ് ഡിഫറൻസ് ഉണ്ടായാൽ നമുക്ക് ഡിസ്റ്റിലേഷൻ എന്ന മാർഗം യൂസ് ചെയ്യാം. സോ when one of the components is volatile and the other is non-volatile, we can use distillation. Also, if the components differ largely in their boiling points, then distillation can be used. C question. Water purified by this method is distilled water. Write 2 instances of its use. Distilled waterന്റെ രണ്ട് യൂസ് എഴുതാനാണ് ക്വസ്റ്റ്യൻ. ഡിസ്റ്റിൽഡ് വാട്ടറിനെയാണ് നമ്മൾ പ്യുവർ വാട്ടർ എന്ന് വിളിക്കുന്നത് അല്ലെ. പ്യുവർ വാട്ടർ ആണ് ഡിസ്റ്റിൽഡ് വാട്ടർ. ഈ പ്യുവർ വാട്ടർ അല്ലെങ്കിൽ ഡിസ്റ്റിൽഡ് വാട്ടറിന്റെ രണ്ട് യൂസ് എന്തെല്ലാമാണ്? ഫസ്റ്റ് വൺ, ഇൻ സ്റ്റോറേജ് ബാറ്ററീസ്. സ്റ്റോറേജ് ബാറ്ററികളിൽ ഉപയോഗിക്കും. സ്റ്റോറേജ് ബാറ്ററികളിൽ ബാറ്ററി വാട്ടർ എന്ന പേരിൽ ഒഴിക്കുന്നത് ഡിസ്റ്റിൽഡ് വാട്ടർ ആണ്. ആൻഡ് ഫോർ ഇഞ്ചക്ഷൻ. ഇഞ്ചക്ഷൻ എന്നാൽ നമ്മൾ ഹോസ്പിറ്റലുകളിൽ ഇഞ്ചക്ഷൻ നൽകുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നത് ഡിസ്റ്റിൽഡ് വാട്ടർ ആണ്. മെഡിസിനോട് കൂടി ഡിസ്റ്റിൽഡ് വാട്ടറും കൂടി ചേർത്തിട്ടാണ് ഇഞ്ചക്ഷനുകൾ തരുന്നത്. Sixth question. From the following statements, tick those which apply to solid substances alone. താഴെ തന്നിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സിൽ സോളിഡ് സബ്സ്റ്റൻസിന് മാത്രം ബാധകമായത് ടിക്ക് ചെയ്യാനാണ് ചോദ്യം. ഫസ്റ്റ് വൺ, പാർട്ടിക്കിൾസ് ഹാവ് ലിറ്റിൽ ഫ്രീഡം ഓഫ് മൂവ്മെന്റ്. പാർട്ടിക്കിൾസിന് ഒന്നിനും ഫ്രീഡം ഓഫ് മൂവ്മെന്റ് ഇല്ല, മൂവ് ചെയ്യാനുള്ള ഫ്രീഡം ഇല്ല. അതേതിന് ബാധകമായതാ? സോളിഡിന് ബാധകമായതാണ് അല്ലേ. ഇറ്റ് ഈസ് അപ്ലിക്കബിൾ ടു സോളിഡ്. സോ യു ക്യാൻ ടിക്ക് ഹിയർ. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പാർട്ടിക്കിൾസ് ഈസ് വെരി ഹൈ. ഡിസ്റ്റൻസ് കൂടുതലാണ് പാർട്ടിക്കിൾസ് തമ്മിൽ, അതൊരിക്കലും സോളിഡ് ആയിരിക്കില്ല, അത് ഗ്യാസേ ആവുള്ളൂ അല്ലേ. സോ ഇറ്റ് ഈസ് നോട്ട് അപ്ലിക്കബിൾ ഫോർ സോളിഡ്. പാർട്ടിക്കിൾസ് റിമെയിൻ വെരി ക്ലോസ് ടു ഈച്ച് അതർ. തേർഡ് സ്റ്റേറ്റ്മെന്റ്, ഇറ്റ് ഈസ് അപ്ലിക്കബിൾ ഫോർ സോളിഡ്. വളരെ ക്ലോസ് ആയിട്ട് പാർട്ടിക്കിൾസ് നിന്നാൽ അതിനർത്ഥം അത് സോളിഡ് ആണെന്നാണ്. സോ യു ക്യാൻ ടിക്ക് ഇൻ ദാറ്റ് ഓൾസോ. എനർജി ഓഫ് പാർട്ടിക്കിൾസ് ഈസ് വെരി ഹൈ. ഏതിനാണ്? സോളിഡിന് അപ്ലിക്കബിൾ അല്ല, മറിച്ച് എനർജി കൂടുതലുള്ളത് ഗ്യാഷ്യസ് സ്റ്റേറ്റിലെ പാർട്ടിക്കിൾസിനാണ്.